പ്ലീസ് അമ്മേ, അമ്മ എന്നോട് പോണ്ടെന്ന് മാത്രം പറയരുത്. എന്തിനാടാ കണ്ടിട്ട് വരുന്നത്? നമുക്ക് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, എന്താടാ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാൻ കുറെ ആലോചിച്ചു. നിനക്കവളെ വേണമെങ്കിൽ ഞാൻ എന്തിനെതിർക്കണം? നിനക്ക് വേണ്ടി ജീവിച്ചവളല്ലേ ഞാൻ. നിന്റെ സന്തോഷം എനിക്ക് വലുത്. അവള് പക്ഷെ എന്നെ ചതിച്ചു. അതായിരുന്നു എന്റെ വിഷമം. ഞാൻ അവളെ വെറുത്തത്, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊക്കെ, നിന്നോട് അവള് കാണിച്ചതൊക്കെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. ഇപ്പോ എല്ലാം മറന്ന് നീ അവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ എതിർക്കുന്നില്ല. അമ്മേ, അമ്മേ, മോനെ കരയില്ലടാ. എനിക്ക് അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. വൈകിയാണെങ്കിലും ഇങ്ങനൊരു തീരുമാനം നീ എടുത്തത് നന്നായി ചന്ദ്രേ. ഇക്കാര്യം പറയാൻ ഞാൻ നിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴാ നീ പോകുന്നത് കണ്ടത്. അമ്മേ, എങ്കിൽ വാ അമ്മേ, നമുക്ക് പോയി ശ്രുതി കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പോഴോ? ഇപ്പൊ സമയം എത്രയെന്ന നിന്റെ വിചാരം? നമുക്കേ നാളെ പോവാ. അല്ലമ്മേ, അവള് എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നീ അവളെ വിളിച്ചു പറ, ഇന്ന് വരുന്നില്ല, നാളെ രാവിലെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മയും ഞാനും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ശരി അമ്മേ, അത് മതി. ഞാൻ വിളിച്ചു പറയാം. അമ്മേ, നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. താങ്ക്സ് അമ്മേ, താങ്ക്സ് അമ്മേ. മുമ്പ് കടന്നോ. ശരി അമ്മേ. അവനിപ്പോഴൊരു സമാധാനായേ. പാവം, അവന്റെ സന്തോഷം കണ്ടില്ലേ? നിങ്ങൾ പോയി കിടന്നുറങ്ങ. ചന്ദ്രേ വാ. വാ. നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ സുധിയെ കാത്തിരിക്കാൻ. ഇപ്പൊ എത്തും. മീരെ, സുധിയെ വിളിക്കുന്നെ. എന്തായി? അവിടുന്ന് ഇറങ്ങിയോ? ഇല്ല, ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടില്ല. അല്ല, അതെന്തുപറ്റി? ആന്റി ഉറങ്ങിയില്ലേ? അതോ സുധി പോയി ആന്റിയുടെ മുന്നിൽ പെട്ടോ? പെട്ടു. ഓ ശേ, എന്താ സുധി ഇത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനിയിപ്പം എന്താ ചെയ്യാ? എനിക്കിപ്പോ സുധിയെ കാണണം. അതിനെന്താ, കാണാലോ. ഇനിയിപ്പോ എന്നും കാണാം. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാ അമ്മ പറഞ്ഞിരിക്കുന്നത്. സത്യാണോ സുധി? അതെ, നാളെ രാവിലെ ഞാനും അമ്മയും കൂടി മീരയുടെ വീട്ടിലേക്ക് വരും, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല സുധി. അല്ല, ആന്റിക്ക് എന്തെങ്കിലും പെട്ടെന്ന് മനംമാറ്റം ഉണ്ടാവാൻ കാരണം? അത് നീ പ്രഗ്നന്റ് അല്ലേ? പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ടായിരിക്കും. പിന്നെ നിനക്കറിയാലോ, എന്നെ കഴിഞ്ഞിട്ടേ എന്റെ അമ്മയ്ക്ക് മറ്റെന്തോ ഉള്ളൂ. ഞാൻ സങ്കടപ്പെടുന്നത് എന്റെ അമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നീ ഇല്ലെങ്കിൽ എന്റെ ജീവിതം പാതി വഴിയിൽ വീണു പോകുന്ന അമ്മ പേടിച്ചു കാണും. ഞാൻ പ്രാർത്ഥിച്ച നടന്നു. സുധി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോവായിരുന്നു. ദൈവം കാത്തു. ശ്രുതി, നാളെ രാവിലെ ഏകദേശം ഒരു 9 മണിയാവുമ്പോ ഞാനും അമ്മയും കൂടി അങ്ങെത്തും. നീ അവിടെ റെഡി ആയിട്ടിരിക്കണേ.
ഞാൻ എപ്പോഴേ റെഡിയാ. സന്തോഷം കൊണ്ടേ എനിക്കിന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല. എനിക്കും അതുപോലെ തന്നെയാ. ഒന്ന് പെട്ടെന്ന് നേരം വെളുത്താൽ മതിയെന്ന് തോന്നുക. ശരിയെന്നാ, അപ്പൊ നാളെ കാണാം. ശരി, ബൈ. ശരി, ഓക്കെ. എടി, ഒരു ഗംഭീര ട്വിസ്റ്റ്. സുധി എന്നെ കാണാൻ വരുന്നില്ല, നാളെയാ വരുന്നേ. എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആന്റി വരുന്നുണ്ടത്ര. അത് ശരി, നീ വീണ്ടും അവരെ പറ്റിച്ചു. ഇങ്ങനെയുള്ള മണ്ടന്മാരെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. എത്ര കിട്ടിയാലും പഠിക്കാത്ത ടീംസ്. ആന്റിയെ എന്നോട് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കേറട്ടെ. ഞാൻ അവരെ മനസമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. തോറ്റുപോയിന്ന് കരുതിയതാ, ഒടുക്കം വിജയിച്ചു. അങ്ങനെ സുധിയുടെ കരച്ചിൽ നിന്നു. എന്നാലും അമ്മയുടെ മനസ്സ് ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് ഞാൻ കരുതിയില്ല. ശ്രുതി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഉഫ്, വല്ലാത്തൊരു സംശയം തന്നെ. ദേവു വിളിച്ചു പറഞ്ഞിട്ടും സച്ചേട്ടന് വിശ്വാസമായില്ലേ? ശ്രുതി പറയുന്ന കള്ളമാണെന്ന് ആദ്യം പറഞ്ഞ അമ്മ പോലും വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി നീ അമ്മയുടെ സംസാരവും ഭാവമൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? നിനക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിയായിരുന്നോ? എന്ത് പന്തികേട്? എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നാ എനിക്ക് തോന്നിയായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. ഈ വീട്ടില് 2 കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത് ഞാൻ ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടിരുന്നു. പുലർക്കാലത്ത് കാണുന്ന സ്വപ്നം നടക്കുമെന്നല്ലേ പറയുന്നത്? ഈ സ്വപ്നം എന്തായാലും നടക്കില്ല. ഒരു കുഞ്ഞ് ഓടിക്കളിക്കും. വർഷയുടെയും ശ്രീകാന്തിന്റെയും കുഞ്ഞ്. ശ്രുതി പ്രഗ്നന്റ് അല്ലല്ലോ, പിന്നെ എങ്ങനെ രണ്ടാമതൊരു കുഞ്ഞുണ്ടാവും? ഒന്ന് ചുമ്മാ ഇരിക്കാവോ? അതെന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നല്ല, ശ്രുതി പ്രഗ്നന്റാ. അവളായിരിക്കും ആദ്യം അമ്മയാവുക. വേണ്ട, മോൻ കഴിച്ചോ. ദേവതി, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അമ്മ മയത്തിലാണല്ലോ സംസാരിക്കുന്നത്. സാധാരണ എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. എന്ന് കാക്ക മലന്ന് പറക്കും. ഒന്ന് പോടാ. അല്ല, നീ ട്രിപ്പ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ലമ്മേ, ചുമ്മാ ഇവിടെ ഇരിക്കുക. ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. എങ്കി ഞാനൊരു ഓട്ടം വിളിച്ചാ നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ കാശ് തരാട്ടോ, പേടിക്കണ്ട. വേണ്ട വേണ്ട, കാശൊന്നും വേണ്ട, ഞാൻ വരാം. അമ്മ എന്റെ വണ്ടി വിളിച്ചല്ലോ, അത് തന്നെ സന്തോഷം. അമ്മ പൂർണ്ണ മനസ്സോടെ സച്ചിന്റെ വണ്ടിയിൽ ഇതുവരെ കയറിയിട്ടില്ല. അച്ഛൻ നിർബന്ധിച്ചല്ലേ കയറ്റുന്നേ. ഇതാദ്യമായിട്ടല്ലേ ഇങ്ങനെ? അല്ല അല്ല അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് എങ്ങോട്ടാ പോണ്ടേ? മീരയുടെ വീട്ടില്. ശ്രുതിയെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അല്ല, അപ്പം സുധി വരുന്നില്ലേ? അവന്റെ കാറിൽ പോയാ പോരെ? അവൻ വരുന്നുണ്ട്, പക്ഷേ അവന്റെ കാറ് വേണ്ട, നിന്റെ കാറിൽ പോവാം. ഞാൻ വെറുതെ ഒരു ഓട്ടം വിളിച്ചതല്ല, എനിക്ക് നിന്റെ ഒരു സഹായം കൂടി വേണം. അതെ രേവതി, ഞാൻ കേൾക്കുന്ന തന്നെയല്ലേ നീ കേൾക്കുന്ന? അതെ അതെ, അമ്മ പറഞ്ഞു കേട്ടില്ലേ അമ്മയ്ക്ക് എന്റെ സഹായം വേണമെന്ന്? അമ്മ എന്താ അമ്മ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അമ്മയ്ക്കിത് എന്താ പറ്റിയ? പറയാമേ, എന്ത് സഹായം വേണ്ടേ? എന്താണെങ്കിലും ഈ ഞാൻ ചെയ്യും. പറയാമേ. പറയാം. നമുക്കിവിടുന്ന് നിന്റെ വണ്ടിയെടുത്ത് ശ്രുതിയെ വിളിക്കാൻ പോണം, മീരയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ശ്രുതിയെ കാണണം.
എന്തു പറയുന്നു? എന്റെ അമ്മേ, അമ്മ ഒരു കില്ലാടി തന്നെ. എന്തായാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൊള്ളാമേ, കൊള്ളാം, പൊളിച്ചു. നീ ഓക്കെ അല്ലേ? പിന്നെ ഞാൻ അവളെ ഓക്കെയാ. ശരി, എന്നാ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ആ രേവതി, നീ ഇപ്പൊ ഞെട്ടിയാ? ഞെട്ടി. ആ രാത്രി അമ്മയുടെ സംസാരത്തിൽ പന്തികേട് തോന്നിയിരുന്നെന്ന് സച്ചേട്ടൻ പറഞ്ഞല്ലോ. അത് ശരിയാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. എന്തായാലും ഞാൻ പെട്ടെന്ന് റെഡിയായി പോയിട്ട് വരാം. അമ്മേ, അമ്മേ, നമുക്ക് ഇറങ്ങിയാലോ? സച്ചി വരട്ടെ. സച്ചിയോ? അവനെന്തിനാ നമ്മുടെ കൂടെ വരുന്നേ? അവന്റെ കാറിലാണ് നമ്മൾ പോണേ. അമ്മേ, എന്തിനാ അവന്റെ കാറ്? എന്റെ കാറിൽ പോയ പോരെ? നിന്റെ മനസ്സ് ഇപ്പൊ ഇവിടെയൊന്നും അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ കാർ എടുക്കണ്ട, അവന്റെ കാറിൽ പോവാ. അമ്മേ, കുഴപ്പമില്ലമ്മേ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഒന്നാമതേ ശ്രുതിക്ക് അവനെ ഇഷ്ടമില്ലാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അങ്ങനെ അവളുടെ ഇഷ്ടം നോക്കിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ? നിനക്ക് അവന്റെ കാറിൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വരണോന്നില്ല, ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അല്ലമ്മേ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വരുന്നില്ലേ? ഞാൻ ഇതിൽ വന്നോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്ങനെയെങ്കിലും പോയാ പോരെ. എനിക്ക് മതി മോളെ. കഴിക്കമ്മേ, ഇന്ന് വേറൊന്നും കഴിച്ചില്ലല്ലോ. മതി മോളെ. ദാമേ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ കിടന്നോ. പനി കുറവുണ്ട് മോളെ, പ്രശ്നമൊന്നുമില്ല. മോള് പോയിക്കോ. അമ്മ തനിച്ചേക്ക് ഞാൻ പോവാനോ? അരുണേട്ടൻ വന്നിട്ടേ ഞാൻ പോവും. മോളെ വീട്ടില് തിരക്കുന്നുണ്ടാവില്ലേ? സാരല്ല അമ്മേ. അമ്മേ, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട് മോനെ. മെഡിസിൻ വല്ലതും വേണോ? മെഡിസിന്റെ ആവശ്യമൊന്നുമില്ല. ദേ, എന്റെ മോൾ അടുത്തുണ്ടായ മാത്രം മതി. എന്റെ അസുഖമൊക്കെ മാറിക്കോളും. ആ, എന്നാ പിന്നെ മോളെ ഫുൾ ടൈം അമ്മയുടെ അടുത്ത് നിർത്തിയേക്കാം. കുറച്ചുകൂടെ കഴിയട്ടെ. ആ, ഇന്ന് ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നോ? അതുകൊണ്ടാട്ടോ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച്. ബുദ്ധിമുട്ടോ? ഇത് എന്റെ അമ്മയല്ലേ. അമ്മയെ നോക്കുന്നതും പരിചരിക്കുന്നതും എനിക്ക് ബുദ്ധിമുട്ടല്ല, സന്തോഷമുള്ള കാര്യം. അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എന്ത് ചെയ്താലും പകരാവില്ല. ഇനി അരുണേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ പോട്ടെ. ഏയ് ഇല്ലില്ല, മെഡിസിൻ ഒന്നും വേണ്ട, നീ അടുത്തുണ്ടായാൽ മതി. അസുഖം മാറുന്നില്ല അമ്മ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി നീ ഇവിടെ ഇരിക്കേ, അപ്പൊ അമ്മയുടെ പനി മാറും. ഇല്ലേ അമ്മേ? ആ, എന്നിട്ട് പോയാ മതി. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. കുറഞ്ഞോളൂ കേട്ടോ.
എങ്ങോട്ട്? നീ ഇവിടെ വന്നാ മതി, ഞങ്ങൾ പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവന്നോളാം. എടാ അവൻ കൂടെ വന്ന് നിനക്കെന്താ കുഴപ്പം? വാടാ ഇങ്ങോട്ട്. നീ വേണമെങ്കിൽ വാ. 3 പേരും കൂടെ പോയാൽ മുടിഞ്ഞു പോവുകയുള്ളൂ. ആന്റി, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കയറി വാ ആന്റി, കയറി വാ. ശ്രുതി, നീ ഇതുവരെ റെഡി ആയില്ലേ? ആന്റി സുഖല്ലേ? ആ ശ്രുതി, ശ്രുതി, സുധി, സോറി സുധി, എന്നോട് ക്ഷമിക്ക്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ആന്റി, പറ്റിപ്പോയി ആന്റി. സുധിയോടൊപ്പം ജീവിക്കാനുള്ള കൊതിയുണ്ടാ ഞാൻ കള്ളം പറഞ്ഞതും അഭിനയിച്ചതും. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. തെറ്റു പറ്റിപ്പോയി എനിക്ക്. ഇനി ഞാനിത് ആവർത്തിക്കില്ല. എന്നോട് ക്ഷമിക്കാൻഡി. അതൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം മറന്ന ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക. കഴിഞ്ഞതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവസാനിച്ചു. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ജീവിക്കണം. നിങ്ങൾ അങ്ങനെ ജീവിച്ച് കാണാനാ ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. എനിക്ക് അത്രയും കേട്ടാ മതി ആന്റി. പാലടുതി, അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക്സ്. അപ്പൊ ശ്രുതി, നീ ആളാകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ആള് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി അല്ലേ അമ്മേ? അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഊണും ഉറക്കൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കുഞ്ഞു വയറ്റിൽ വളരുകയല്ലേ, അതുകൊണ്ട് എപ്പോഴും കിടത്തം തന്നെ. ഒമിറ്റിയാ മാത്രമേ എഴുന്നേൽക്കുന്നത്. ശ്രുതി, നിന്റെ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? സുധി കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റില്ല. അപ്പൊ പിന്നെ ഞാനോ? അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ലോക. അതെ, നീയും ഞാനും ദേ നമ്മുടെ കുഞ്ഞും. ഹലോ, മതി മതി മതി. കുറെ നാളായിട്ട് മാറി നിൽക്കല്ലേ, അപ്പൊ കുറെ പറയാനുണ്ടാവും. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. പോവാമേ, പോവാ. പോവാ. ഡാ, ശ്രുതിയും കൂട്ടിട്ട് വാ. ശരി അമ്മേ. ശരി. ശ്രുതി, ഞാൻ പെട്ടി എടുത്തിട്ട് വരാം. വാ. അമ്മേ, കേറിക്കോ. മീരെ പോട്ടേടി. ശ്രുതി, വാ, സൂക്ഷിച്ച് കയറ്. പതുക്കെ. അവള് കള്ളം പറഞ്ഞ് അവരെ വീണ്ടും പറ്റിച്ചു. ഇനി ആ അമ്മായി അമ്മയ്ക്ക് കഷ്ടകാലോ. അവര് ചെയ്തതിനൊക്കെ അവള് പ്രതികാരം ചെയ്യും.
ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തവളും മടിച്ചേ പോകട്ടോ. പക്ഷേ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. രേവതി മോൾക്ക് ഇനി വിശ്രമിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ. ശ്രുതി കൂടി വരല്ലേ, ഇനിയിപ്പോ രണ്ടുപേരെ നോക്കണ്ടേ. ശ്രുതിയുടെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും. സച്ചി, നമുക്ക് ലെഫ്റ്റിലേക്കല്ലേ പോകേണ്ടത്? അല്ല, എന്താ നേരെ പോന്നേ? അതിന് നമ്മളിപ്പോ വീട്ടിലേക്കല്ലോ പോകുന്നത്, പിന്നെ പിന്നെ എവിടേക്കാ പോന്നേ? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? മോളെ ശ്രുതി, ഇറങ്ങ മോളെ, ഇറങ്ങ. വാ.